ഇതാണ് ഫ്രണ്ട്സ് ആഗ്ര ഫോർട്ടിൻ്റെ പ്രധാന കവാടം. ആഗ്ര ഫോർട്ടിൻ്റെ ഈ പ്രധാന കവാടത്തിന് അമർ സിംഗ് ഗേറ്റ് എന്നും മുൻപ് അക്ബർ ദർവാസ എന്നും അറിയപ്പെട്ടിരുന്നു. അമർ സിംഗ് ഗേറ്റ് കടന്നെത്തുന്നത് ഒരു റാമ്പിലേക്കാണ്. ചക്രവർത്തി ആനപ്പുറത്ത് വരുന്ന സമയങ്ങളിൽ യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകാത്ത വിധത്തിലാണ് ഈ കാണുന്ന പാസേജ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടം കടന്നു ചെന്നെത്തുന്നത് അക്ബർ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആഗ്ര കോട്ടയുടെ ഭാഗമായ ജഹാംഗീരി മഹലിന് മുന്നിലാണ്. മഹലിന്റെ ഇരുവശങ്ങളിലുമായി വിത്തകടി വളർത്തി മനോഹരമാക്കിയിട്ടുണ്ട്. So now we are going to see Jahangir Palace. But I told you this fort construction is started by 3rd Mughal Emperor Akbar. So now you can see in the corner it's a damaged area. That time which was first building, it's called Akbari Palace, but which is damaged. So Jodha Akbar, son named Jahangir. It's the bathtub of King Jahangir. But that time this bathtub was not here, inside somewhere. It's still outside for the public. So look at the beauty of this bathtub. It's made of single piece of stone, including its step, without any joint. So 3 steps inside, madam, and 2 steps is outside. Because 1 step is broken when they brought out this. And that time it was gold plated, but now everything is gone. So now we are going to see Jahangir Palace. Understand? ജഹാംഗീരി മഹലിൻ്റെ മുന്നിലായി കാണുന്ന ഈ കൽത്തൊട്ടിയിലാണ് ജഹാംഗീർ ചക്രവർത്തി കുളിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഈ ബാത്ത് ടബ് 5 അടി ഉയരവും 8 അടി വ്യാസവുമുള്ള വലിയൊരു ബാത്ത് ടബാണ്. ജഹാംഗീരി മഹൽ ആഗ്ര കോട്ടയിലെ പ്രധാന അന്തഃപുരമായിരുന്നു. അക്ബറിൻ്റെ രജപുത്ര ഭാര്യമാർ ആയിരുന്നു ഇവിടെ വസിച്ചിരുന്നത്. ജഹാംഗീർ ചക്രവർത്തിയുടെ കാലത്ത് ലൈബ്രറിയായി ഉപയോഗിച്ചിരുന്ന കെട്ടിടമാണ് ഇപ്പോൾ കണ്ടത്. അവിടെ നിന്നും ചെന്നെത്തുന്നത് അതിവിശാലമായ മറ്റൊരു നടുത്തളത്തിലേക്കാണ്. ഒരു വശത്ത് കോട്ടയുടെ ബൗണ്ടറി വാളുകളും കോട്ടയുടെ മറ്റു ഭാഗങ്ങളും നമുക്ക് കാണാവുന്നതാണ്. ഈ ഭാഗത്തു നിന്നും നോക്കിയാൽ താജ്മഹലിൻ്റെ അതിമനോഹരമായ കാഴ്ച കാണാൻ സാധിക്കുന്നതാണ്. സന്ദർശകർ ഫോട്ടോയ്ക്ക് കൂടുതലായി പോസ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമായതിനാൽ അല്പം തിരക്കും ഈ ഭാഗങ്ങളിൽ സാധാരണയായി ഉണ്ടാവാറുണ്ട്. 1983 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കോട്ടയാണ് ആഗ്ര കോട്ട. ആയിരത്തി 565 അക്ബർ ഇവിടെ പുതിയ കോട്ടയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും നാശോന്മുഖമായിരുന്ന ഈ കോട്ട 94 ഏക്കറയോളം വിസ്തൃതിയുള്ള ആഗ്ര കോട്ട ഏതാണ്ട് അർദ്ധവൃത്താകൃതിയിലുള്ളതാണ്. Now we are going to see the next place, natural air conditioning room, Hawa Mahal Wind Palace. Okay. But that time no electricity. So
how is the cooling of this place? Surrounding of this place is to keep open gate and the cross ventilation for air crossing. If you see size of this wall, this was like that. But between the walls is gap, so it's a hollow walls. And they had upside the water tank. They took water from the Yamuna river when they fill upside. When that water running between the walls surrounding of this place, so that's why this was very cool. And water was going out, we have seen drainage system is there. So now I will show you special window design. പിന്നീട് ചെന്നെത്തുന്നത് ഷാജഹാന്റെ കാലഘട്ടത്തിൽ വെളുത്ത മാർബിളിൽ നിർമ്മിച്ച കാസ് മഹലിലേക്കാണ്. കാസ് മഹലിൻ്റെ മുൻവശത്തായുള്ള ഒരു പ്രധാന ആകർഷണമാണ് അങ്കുരി ബാഗ് എന്നറിയപ്പെടുന്ന മുന്തിരിത്തോട്ടം. കാസ്മഹലിൽ നിന്നുമുള്ള നടവഴിയിലൂടെ നമ്മൾ നടന്നെത്തുന്നത് അങ്കുരി ബാഗ് എന്നറിയപ്പെടുന്ന മുന്തിരിത്തോട്ടത്തിന് സമീപത്താണ്. തോട്ടത്തിൻ്റെ 3 സൈഡുകളിലുമായി ഷാജഹാൻ ചക്രവർത്തിയുടെ മറ്റു പത്നിമാരും തോഴിമാരും താമസിച്ചിരുന്ന കൊട്ടാരങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. You can see the door is closed. Inside the Sheesh Mahal, that is the Turkey style hammam of Queen Mumtaz, which is closed. And downside this ventilation, that was the Jali. This was jail, the ladies' jail downside. So now we are going to see bedroom King and Queen Shahjahan Mumtaz.